കരൂർ ദുരന്തത്തിൽ പിടിയിലായ ടി.വി.കെ നേതാവ് മതിയഴകൻ, പൗണ്ട് രാജ് എന്നിവരെ റിമാൻഡ് ചെയ്തു. കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. ഒളിവിൽ കഴിയുന്ന നേതാക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദുരന്തത്തിന് കാരണം സെന്തിൽ ബാലാജിയാണെന്ന് എഴുതിവെച്ച് ടി.വി.കെ പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഇനിയിപ്പോൾ ഒളിവിൽ കഴിയുന്ന ഏതൊക്കെ നേതാക്കൾക്കായിട്ടാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്? ദിവ്യ, ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി.വി.കെ നേതാക്കളെ ഈ കോടതി റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ടി.വി.കെ നേതാവ് മതിയഴകൻ, പൊൻരാജ് എന്നിവരെയാണ് 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്തു. ഇതിൽ ഈ ടി.വി.കെ നേതാക്കൾ പ്രധാനമായും പറഞ്ഞത് തങ്ങൾ ഈ പോലീസിനോട് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചതാണ്, പക്ഷെ പോലീസ് സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണ്. എന്നാൽ പോലീസ്, അതായത് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് ഈ പോലീസിന്റെ നിർദ്ദേശങ്ങൾ 11 നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, ഇതൊന്നും തന്നെ ടി.വി.കെ നേതാക്കൾ പാലിച്ചില്ല എന്നുള്ളതാണ്. ടി.വി.കെയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒളിവിലാണ്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ട്രിച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. ഇത് കൂടാതെ ഈ DMK-യുടെ നേതാക്കളാണ് ഈ ഒരു അട്ടിമറി നടത്തിയത് എന്ന് ഒരു ആരോപണം ടി.വി.കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. യെസ് സാജിദ്, അതിനിടെയാണല്ലോ ഈ ദുരന്തത്തിന് കാരണം സെന്തിൽ ബാലാജിയാണ് എന്ന് പറഞ്ഞ ടി.വി.കെ പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ കുറിപ്പിന് അല്ലെങ്കിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതും ഈ കരൂർ ദുരന്തത്തിന് പിന്നാലെയുള്ള ഈ പ്രശ്നങ്ങൾ തന്നെയെന്നാണോ മനസ്സിലാക്കുന്നത്? ഈ ചെന്നൈയിൽ സ്വദേശിയായ അയ്യപ്പൻ എന്ന ടി.വി.കെ പ്രാദേശിക നേതാവാണ് ഈ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് മരിച്ചത്. അദ്ദേഹം സെന്തിൽ ബാലാജിയാണ് ഇതിന് കാരണം എന്നാണ് പറഞ്ഞത്. ഈ അപകടവുമായി നേരിട്ട് അദ്ദേഹത്തിനോ ഇല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്ത അയ്യപ്പനോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ പങ്കില്ല. അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷെ ഈ വിജയെ ക്രൂശിക്കുകയാണെന്നും സെന്തിൽ ബാലാജിയാണ് ഇതിന് കാരണമെന്നും പറഞ്ഞാണ് ഇത്തരം ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നത്.